ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ജിമ്മിലൊരു ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലൗസൊക്കെ അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ആയിരുന്നു അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് രാവിലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇപ്പോൾ നമ്മൾ. എൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. മുടി ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിട്ടു, ജസ്റ്റ് ആ ബ്ലോ ഡ്രൈ വെച്ചിട്ട് നമുക്ക് സാരി എടുക്കാം. ഐലാഷ് വയ്ക്കാനുണ്ട്, ലിപ്സ്റ്റിക്ക് ഇടാനുണ്ട്, ലിപ് ലൈനർ വെക്കും, ലിപ്സ്റ്റിക്കും കൂടെ ഇടാനുണ്ട്. അങ്ങനെ ഇതാ ഞാൻ ഫുള്ള് റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ ഞാനൊരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ പോലെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ചായെങ്കിലും ഇതുവരെ എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ നമ്മൾ ഫുൾ റെഡി ആയിട്ട് ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു 10 മണിക്കേറ്റായിരുന്നു. നമ്മൾ ഒരു 9:30 കഴിഞ്ഞിട്ട് ഒരു 9:45 കഴിഞ്ഞിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. പക്ഷേ ഞങ്ങളിവിടെ എത്തിയപ്പോൾ അങ്ങനെ അധികം ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും കുറച്ച് ലേറ്റായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നേ. നമ്മളങ്ങനെ ഫുൾ റെഡി ആയി ഗൈസ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. നമുക്കിനി പോവാം. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ജിമ്മുള്ളത്. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അധികം ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് പേരെന്നെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി വായോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പൂക്കളൊക്കെ ഇടാൻ തുടങ്ങി കേട്ടോ. നമ്മളെത്തിയിട്ട് കുറച്ചതിന് ശേഷമാണ് പൂക്കളൊക്കെ എല്ലാവരും കട്ട് ചെയ്തിട്ട് പൂക്കളം ഇടുന്നുണ്ടായിരുന്നത്. അങ്ങനത്തെ ആ പൂക്കളം ഒക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. സ്പൂൺ റേസ് ഉണ്ടായിരുന്നു, ആം റെസ്ലിംഗ് ഉണ്ടായിരുന്നു, സുന്ദരിക്ക് പൊട്ട് തൊട്ടലുണ്ടായിരുന്നു, പിന്നെ അങ്ങനെ ബോൾ പാസിങ് ഉണ്ടായിരുന്നു, പുള്ളപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ സദ്യ കഴിക്കാനുള്ള പണിയിൽ തുടങ്ങി. അപ്പോൾ സദ്യ നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നേരെ വീട്ടിലോട്ട് ഇതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് രമ്യയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. രമ്യയ്ക്ക് കുറച്ചധികം ഡ്രസ്സ് എടുക്കാനുണ്ട്. ഇനിയിപ്പോൾ കോളേജ് സ്റ്റാർട്ട് ചെയ്താൽ ഡ്രസ്സ് ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെ ഇടണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ സ്റ്റുഡിയോ പോവും. അതിന് ശേഷം പിന്നെ മാത്സിൽ പോകണം. സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ മാത്സിൽ പോകണം. പിന്നെ നെസ്റ്റോയിൽ പോകണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ എത്ര ഡ്രസ്സാണ് എടുക്കുന്നത്? 10. പിന്നെ 10 ഡ്രസ്സാണ് ഇത്ര എടുക്കുന്നത്. നമുക്ക് 10 ഡ്രസ്സ് എടുത്തിട്ട് കാണാം. ഇനി ഞാൻ ഓണം സെലിബ്രേഷൻ അങ്ങനെ പോയിട്ട് കാര്യമായിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. തിരിച്ച് വീട്ടിലെത്തിയിട്ട് കുറച്ച് വീഡിയോ ഉള്ളൂ ജിമ്മിലെ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഷോപ്പിംഗ് കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ആക്കാം. സ്റ്റുഡിയോ എത്തിയിട്ട് കാണാം. നമ്മൾ ഫസ്റ്റ് സ്റ്റുഡിയോയിലിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങനെ ഒരുപാടൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഒരു ടീഷർട്ട് ഇഷ്ടപ്പെട്ടത് എടുത്തു. അതിനുശേഷം പിന്നെ രമ്യയ്ക്ക് ഫോൺ കവർ എടുക്കാനുണ്ടായിരുന്നു, പിന്നെ സ്ക്രീൻ കാർഡ് ഒട്ടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ ഒട്ടിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ നെസ്റ്റോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നെസ്റ്റോന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിരുന്നു. മെയിനായിട്ട് മേടിക്കാനായിരുന്ന ചിക്കൻ ബ്രസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് മേടിച്ചു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അവിടെ നിന്ന് പോന്നു. അയ്യോ പോലെ. ദിസ് ഈസ് കൊമ്പുച്ച. ഇത് രമ്യൊക്കെ മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാനിതുവരെ കുടിച്ചില്ല. ടേസ്റ്റില്ല. ടേസ്റ്റ് പക്ഷെ നീ അന്ന് ട്രൈ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് കയറുന്നു പറഞ്ഞു. അത്ര
ടേസ്റ്റ് ഇല്ല, പക്ഷെ വെള്ളം കുടിക്കാൻ കഴിക്കുന്ന കാരണം നമുക്ക് കുടിക്കാം. പിന്നെ സ്ട്രോബെറി എടുത്താൽ മതിയായിരുന്നു അല്ലേ? സ്ട്രോബെറി അല്ലേ പിന്നെ നമ്മൾ കണ്ട്. ഇത് മാംഗോ സാഫ്രോണിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അല്ലേ? അപ്പം ഇനി അടയ്ക്കാൻ പറ്റില്ലല്ലേ? അപ്പോൾ ഓക്കെ, ഞങ്ങൾ ഫസ്റ്റ് സ്റ്റുഡിയോ പോയി. സ്റ്റുഡിയോന്ന് ഡ്രസ്സ് എടുത്തു. നീ സ്റ്റുഡിയോന്ന് ഞങ്ങളുടെ ആകെ ഒരു ടോപ്പും പിന്നെ അങ്ങനെ കുറച്ച് ഡ്രസ്സൊന്നും അധികം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമുക്കിനി മാക്സിലും ട്രെൻഡ്സിലും കൂടെ പോവാം. ഓക്കെ, അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെ തീരെ കളക്ഷൻസ് ഉണ്ടാകുന്നില്ല സ്റ്റുഡിയോയിൽ. സോ നമുക്കിനി മാക്സിലോട്ട് പോവാം. മാക്സിലെ കൊണ്ട് ട്രെൻഡ്സിലെ കൊണ്ട് ആദ്യം മാക്സ് പോവാം. ഓക്കെ ബൈ, അവിടെ എത്തിയിട്ട് കാണാം. ഷുഗർ കട്ടുള്ള ആളാണ് കേക്ക് ഞാനും ഞങ്ങൾ രണ്ടുപേരും. സാരില്ല, പിന്നെ ഓണത്തിന് ഇനി പായസം കുടിക്കണ്ടേ, നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് അന്ന് വിചാരിച്ചാൽ മതി. പട്ടാമ്പി റോഡ് കാണും നിങ്ങൾ, വളരെ മനോഹരമായ റോഡാണ്. കുഴികൾക്കിടയിൽ കുറച്ച് റോഡുണ്ട്. മാച്ചിലെത്തിയിട്ടു. മാച്ചിൽ പിന്നെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്നാണ് കുറച്ചധികം ഡ്രസ്സുകൾക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ട്രെൻഡ്സിൽ പോകേണ്ട ആവശ്യം ഉണ്ടായില്ല, നമുക്ക് വേണ്ട ഡ്രസ്സൊക്കെ അവിടെ നിന്ന് കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചേച്ചീൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ചേച്ചീൻ്റെ ഏട്ടൻ്റെ ആനിവേഴ്സറി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സർപ്രൈസ് ആയിട്ട് അവർ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് നമ്മളൊരു കേക്ക് മേടിക്കാനൊക്കെ കയറി. ഇതൊന്നൊരു കേക്കൊക്കെ മേടിച്ചിട്ട് നേരെ അവിടെ പോയി കേക്കൊക്കെ കട്ട് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോയത്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.